ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. മോക്ക് ടെസ്റ്റ് PSCയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് വിഷയം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകളാണ്. PSC എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ മൗലിക കടമകൾ എന്ന ഭാഗം. ഈ ഭാഗത്ത് നിന്നുമുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, അതിനുശേഷം ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം കണ്ടോ, 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആകെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്ന് വായിക്കുന്നതിന് പകരം ആദ്യം ഫാക്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. തെറ്റ് ഏതൊക്കെയാണെന്ന് വായിച്ചാൽ അത് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കത് കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് ആദ്യം ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൗലിക കടമകൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകളെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകളെക്കുറിച്ച് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്താണ് പൗരന്മാർക്കായുള്ള മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ സജീവമാവുന്നത്. അപ്പോൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഭരണഘടനയിൽ മൗലിക കടമകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്താണ് പൗരന്മാർക്കായുള്ള മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ച വരുന്നത്. 1976 തന്നെ INC നാഷണൽ കോൺഗ്രസ് പാർട്ടി സർദാർ സ്വരൺ സിംഗിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. ആരുടെ അധ്യക്ഷതയിലാണ്? സർദാർ സ്വരൺ സിംഗ്. 1976 INC സർദാർ സ്വരൺ സിംഗിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും പഠിക്കുകയായിരുന്നു ഈ കമ്മിറ്റിയുടെ ദൗത്യം. എന്താണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ദൗത്യം? ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിന്റെ ആവശ്യകതയും പ്രാധാന്യവും. മൗലിക കർത്തവ്യങ്ങൾക്കായി പുതിയ ഭാഗം ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം. അതായത് മൗലിക കടമകൾക്കായിട്ട് ഭരണഘടനയിൽ ഒരു പുതിയ ഭാഗം തന്നെ കൂട്ടിച്ചേർക്കണമെന്നായിരുന്നു സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശം. അതൊക്കെയാണ് പറഞ്ഞത്, ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകളെക്കുറിച്ച് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞത് 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയും ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റായിരിക്കുന്ന കാലത്താണ്, അതായത് 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്താണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ച ഉണ്ടാവുന്നത്. 1976 INC സർദാർ സ്വരൺ സിംഗിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യം പഠിക്കുകയാണ് ഈ കമ്മിറ്റിയുടെ ദൗത്യം. അതിനുശേഷം സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എന്താണ് നിർദ്ദേശം? പുതിയൊരു ഭാഗം തന്നെ മൗലിക കടമകൾക്കായിട്ട് പുതിയൊരു ഭാഗം തന്നെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണം എന്നാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഇത്രയൊക്കെയാണ് ഫാക്ട്സ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകളെക്കുറിച്ച് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. തെറ്റാണ് അല്ലേ? ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകളെക്കുറിച്ച് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, 1961 ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്ത് നിന്നാണ് പറഞ്ഞത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ നടന്നത് എപ്പോഴാണ്? 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്താണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, 1976 സർദാർ സ്വരൺ സിംഗിന്റെ നേതൃത്വത്തിൽ INC കമ്മിറ്റിക്ക് രൂപം നൽകി. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലേ? 1976 സർദാർ സ്വരൺ സിംഗിന്റെ നേതൃത്വത്തിൽ INC കമ്മിറ്റിക്ക് രൂപം നൽകി. അടുത്ത സ്റ്റേറ്റ്മെന്റ്, മൗലിക കടമകൾക്കായി ഭരണഘടനയിൽ പുതിയൊരു ഭാഗം കൂട്ടിച്ചേർക്കണമെന്നാണ് കമ്മിറ്റി നിർദ്ദേശിച്ചത്. അപ്പോൾ 3ഉം 4ഉമാണ് ശരി. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 3ഉം 4ഉം ശരി. ഫസ്റ്റത്തെ 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകളെക്കുറിച്ച് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്താണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ നടക്കുന്നത്. 1976 സർദാർ സ്വരൺ സിംഗിന്റെ നേതൃത്വത്തിൽ INC കമ്മിറ്റിക്ക് രൂപം നൽകി. മൗലിക കടമകൾക്കായി ഭരണഘടനയിൽ പുതിയൊരു ഭാഗം കൂട്ടിച്ചേർക്കണമെന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചു. 3ഉം 4ഉം ശരി. അടുത്ത ചോദ്യം, 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് ചോദ്യം. നമുക്കിത് വായിക്കുന്നതിന് മുമ്പ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം ക്വസ്റ്റ്യനിലേക്ക് വരാം. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. പ്രസിഡന്റ് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. മൗലിക കടമകൾ ഉൾപ്പെട്ടിരുന്ന ഭരണഘടനാ ഭാഗം 4A ആണ് മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 51A. വകുപ്പ് 51A. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 51A. നെക്സ്റ്റ്, 1976 10 മൗലിക കടമകളാണ് നിലവിൽ വന്നത്. 1976 10 മൗലിക കടമകളാണ് നിലവിൽ വന്നത്. 51A, ആർട്ടിക്കിൾ 51A A മുതൽ J വരെയാണ് ആദ്യം 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ 51A, ആർട്ടിക്കിൾ 51A A മുതൽ K വരെയായി ആകെ 11 മൗലിക കടമകളായി. ആദ്യത്തിലായിരുന്നു 1976 സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആകെ 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 2002 86ാം
ഭേദഗതി പ്രകാരം ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. അതാണ് ആർട്ടിക്കിൾ 51A എ മുതൽ കെ വരെ ആകെ 11 മൗലിക കടമകളായി. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? USSR, റഷ്യ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കടമകളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം 4A വകുപ്പ് 51A 1976 10 മൗലിക കടമകളാണ് നിലവിൽ വന്നത്. 51A എ മുതൽ ജെ വരെ. 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു മൗലിക കടമകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ 51A എ മുതൽ കെ വരെ ആകെ 11 മൗലിക കടമകളായി. മൗലിക കടമകൾ എന്ന ആശയം ഇത് കടമെടുത്തത് USSR, റഷ്യയിൽ നിന്ന്. ഇനി നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ശരിയാണ് അല്ലേ? 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത ചോദ്യം, മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം 4A വകുപ്പ് ആർട്ടിക്കിൾ 51A രണ്ടും ശരിയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, മൗലിക കടമകൾ എന്ന ആശയം കടം കൊണ്ടത്. ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടത്? റഷ്യയിൽ നിന്ന്. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മൗലിക കടമകൾ ന്യായവാദത്തിന് അർഹമല്ല, അതായത് ജസ്റ്റിഷ്യബിൾ അല്ല. ശരിയാണ്. 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. എല്ലാം ശരി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്? എന്താണ് ഭാഗം 4A? മൗലിക കടമകൾ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 നോക്കാം. നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും കടമയാണ്. ശരിയാണല്ലോ അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അക്രമം ഉപേക്ഷിക്കുക എന്നത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും കടമയാണ്. അതും ശരിയാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, പ്രകൃതി പരിസ്ഥിതി സംരക്ഷിക്കുക എന്നത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും കടമയാണ്. അതും ശരിയാണ്. അടുത്ത ചോദ്യം, നമ്മുടെ ദേശീയ ഭാഷയായ ഹിന്ദിയെ ബഹുമാനിക്കുക എന്നത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും കടമയാണ്. ഇത് ശരിയാണോ? നമ്മുടെ ദേശീയ ഭാഷയായ ഹിന്ദിയെ ബഹുമാനിക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ് എന്നത് മൗലിക കടമകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 4 ആണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3ഉം ശരിയാണ്. ഇതിന്റെ ഫാക്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു നമ്മൾ റഷ്യ സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. പൗരന്മാർ അവരുടെ ധാർമ്മികവും പൗരപരവുമായ ബാധ്യതകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. മൗലിക കടമകൾ പൗരന്മാരെ അവരുടെ ധാർമ്മികവും പൗരപരവുമായ ബാധ്യതകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. നിർവഹിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി കേസെടുക്കാനാവില്ല. അതായത് മൗലിക കടമകൾ എന്ന ഒരു വ്യക്തി നിർവഹിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് കേസെടുക്കാനാവില്ല. പക്ഷേ ആ ഒരു സംഭവം പാർലമെന്റ് നിയമമായി പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാം. പാർലമെന്റ് നിയമമായി പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ കേസെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന് കേസെടുക്കാൻ പറ്റില്ല. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. 1976 42-ാം ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷനിൽ ആമുഖങ്ങൾക്ക് മാറ്റം വരുത്തി മൗലിക കടമ കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം വർദ്ധിപ്പിച്ചു. നെക്സ്റ്റ്, ആർട്ടിക്കിൾ 343 പ്രകാരം ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. നേരത്തെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറഞ്ഞത്? ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയാണെന്ന് പറഞ്ഞത് അല്ലേ? ഇന്ത്യക്ക് ഒരു ദേശീയ ഭാഷയില്ല. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി. ഹിന്ദിയെ ബഹുമാനിക്കുക എന്നത് മൗലിക കടമയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് ഫാക്ട് ബാക്കിയുള്ളത് നോക്കാം. ആർട്ടിക്കിൾ 343 പ്രകാരം ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. ഇന്ത്യക്ക് ഒരു ദേശീയ ഭാഷയില്ല. ഹിന്ദി ആർട്ടിക്കിൾ 343 പ്രകാരം ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ ഔദ്യോഗിക ഭാഷകൾ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ ഔദ്യോഗിക ഭാഷകൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇത്രയൊക്കെയാണ് ഫാക്ട്സ്. ഈ ചോദ്യത്തിലെ ഡൗട്ട്സ് ഒക്കെ മാറിയല്ലോ. 4th സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയൊക്കെ ശരിയാണ്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു ഇന്ത്യൻ പൗരന്റെ മൗലിക കർത്തവ്യങ്ങളെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ കടമകൾ നടപ്പിലാക്കുന്നതിനായി ഒരു നിയമനിർമ്മാണ പ്രക്രിയ നടപ്പാക്കിയിട്ടുണ്ട്. ഈ കടമകൾ നടപ്പിലാക്കുന്നതിനായി ഒരു നിയമനിർമ്മാണ പ്രക്രിയ നടപ്പാക്കിയിട്ടുണ്ട്. ശരിയാണോ? അത് ശരിയല്ല. നിയമനിർമ്മാണ പ്രക്രിയ നടപ്പാക്കിയിട്ടില്ല. കടമകൾ നിർവഹിച്ചില്ല എങ്കിൽ വ്യക്തികൾക്കെതിരെ കേസെടുക്കാവുന്നതാണ്. അതും തെറ്റാണ്. കടമകൾ നിർവഹിച്ചില്ല എങ്കിൽ വ്യക്തികൾക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. ചുവടെ നൽകിയിരിക്കുന്ന ശരിയായ ഉത്തരം ഏതാണ്? രണ്ടും തെറ്റാണ്. നിയമനിർമ്മാണ പ്രക്രിയ നടപ്പാക്കിയിട്ടില്ല, നിർവഹിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് ഒരു വ്യക്തിക്കെതിരെയും കേസെടുക്കാൻ പറ്റില്ല. പക്ഷേ പാർലമെന്റ് അതൊരു നിയമമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, നിയമമായി പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാവുന്നതാണ്. നേരത്തെ ഫാക്ട്സ് നമ്മൾ പറഞ്ഞായിരുന്നു. 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അടുത്ത ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്കും വിദേശികൾക്കും ഒരുപോലെ ബാധകമാണ് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്.
കടമകൾ ഇന്ത്യൻ പൗരന്മാർക്കും വിദേശികൾക്കും ഒരുപോലെ ബാധകമാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് എന്നതാണ് ശരി. വിദേശികൾക്ക് ബാധകമല്ല, ഇത് ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 3യും ശരിയാണ്. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്, വിദേശികൾക്ക് ബാധകമല്ല. അടുത്ത ചോദ്യം, മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് എന്നാണെന്നാണ് ചോദ്യം. എ ഇസ് റൈറ്റ് ആൻസർ. 1977 ജനുവരി 3. 1977 ജനുവരി 3-നാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത്. 1977 ജനുവരി 3-നാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത്. എപ്പോഴാണ് കൂട്ടിച്ചേർത്തത്? 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. 1976 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 1977 ജനുവരി 3-ന് പ്രാബല്യത്തിൽ വന്നു. ഇതുവരെ മൗലിക കടമകളെക്കുറിച്ച് ഇതുവരെ PSC ചോദിച്ച എല്ലാ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എന്തൊക്കെയാണ് മൗലിക കടമകളെന്ന് നോക്കാം. ആകെ 11 മൗലിക കടമകളാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ മൗലിക കടമ ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ കടമ. രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിക്കുക, പിന്തുടരുക. മൂന്നാമത്തേത് ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നാലാമത്തേത് രാജ്യത്തെ കാത്തുസൂക്ഷിക്കുക, ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുക. അഞ്ചാമത്തേത് മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്കതീതമായ ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. ആറാമത്തേത് നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുക, നിലനിർത്തുക. ഏഴാമത്തേത് വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃത്യാ ഉള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. എട്ടാമത്തേത് ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. 9 പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. 10 എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. 11 2002 86-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത മൗലിക കടമയാണ് 11ാമത്തെ മൗലിക കടമ. 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. ഇതൊക്കെയാണ് ആകെ 11 മൗലിക കടമകൾ. മൗലിക കടമകൾ 11ഉം ശരിക്കും പഠിച്ചു വെക്കണം. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് അധികവും മൗലിക കടമകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.